നമസ്കാരം, ചന്ദ്രലേഖയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സന്തോഷവതിയായിരിക്കും. ഇന്ന് ഞാനത് ചെയ്യും. ഞാൻ മൂലം ഇന്ന് ആരും ദുഃഖിക്കപ്പെടാൻ ഇടവരില്ല. ഇങ്ങനെ ചെറിയ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ദൃഢനിശ്ചയത്തോടെ തീരുമാനിച്ചാൽ അന്നത്തെ ദിവസം വളരെ പോസിറ്റീവായിരിക്കും, വളരെ എനർജറ്റിക്കുമായിരിക്കും. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് പരീക്ഷിച്ചു നോക്കണം. ചന്ദ്രലേഖയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എൻ്റെ അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് ഞാൻ വീണ ഇൻസ്ട്രുമെൻ്റ് തിരഞ്ഞെടുക്കാൻ കാരണം. ആദ്യം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ അമ്മയുടെയും സഹോദരൻ്റെയും ഇപ്പം ഒരു കല്ലിനെ രത്നം എന്ന് വിളിക്കുന്നതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ബ്യൂട്ടി, റാരിറ്റി, ഡ്യൂറബിലിറ്റി. ഇപ്പം ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഭംഗി. ഇപ്പം സംഗീത പ്രേമികളും അല്ലാത്തവരും ഒരുപോലെ ആസ്വദിക്കുന്ന ഒരു വാദ്യോപകരണമാണ് വീണ. വീണ വായനയിൽ 33 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കലാകാരിയെ നമുക്ക് പരിചയപ്പെടാം ചന്ദ്രലേഖയിൽ അടുത്തതായി. വർഷത്തെ അനുഭവ സമ്പത്തോടെയാണ് ചിത്ര സുബ്രഹ്മണ്യം വീണവായനയിൽ വ്യത്യസ്തയാകുന്നത്. സംഗീതം തന്നെയാണ് തൻ്റെ ജീവിതമെന്ന് ചിത്ര 15-ാമത്തെ വയസ്സിൽ തന്നെ തീരുമാനിച്ചിരുന്നു. എന്നാൽ സംഗീതത്തിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വീണ എന്ന വാദ്യോപകരണത്തെ ഐച്ഛിക വിഷയമായി എടുത്ത് പഠിക്കാൻ തീരുമാനമെടുത്തത് അമ്മയുടെ ആഗ്രഹം കൂടി പരിഗണിച്ചായിരുന്നു. നമസ്കാരം, ഞാൻ ചിത്ര സുബ്രഹ്മണ്യം. ഞാൻ 32 വർഷമായി ഈ സംഗീത ഫീൽഡിൽ വന്നിട്ട്. സംഗീത പാരമ്പര്യമുള്ള കുടുംബമാണ് എൻ്റേത്. അച്ഛൻ്റെ സിസ്റ്റേഴ്സും എൻ്റെ സഹോദരന്മാരെല്ലാവരും സംഗീതത്തിൽ വളരെ താല്പര്യമുള്ളവരാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷമാണ് ഈ വീണ പഠനത്തിലേക്ക് വന്നത്. RLV മ്യൂസിക് കോളേജിലായിരുന്നു ഞാൻ ഗാനഭൂഷണം പാസ്സായത്. ഗാനപ്രവീൺ തിരുവനന്തപുരത്തെ സ്വാതിർനാൾ മ്യൂസിക് സംഗീത അക്കാദമിയിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഗുരുക്കന്മാരാണ് ലക്ഷ്മി ടീച്ചർ, സരസ്വതി ടീച്ചർ, ബാലാമ്പാൾ ടീച്ചർ, കാമാക്ഷി ടീച്ചർ. ഇതൊക്കെ എൻ്റെ സുബലക്ഷ്മി ടീച്ചർ, ഇവരെല്ലാം എൻ്റെ ഗുരുക്കന്മാരാണ്. എൻ്റെ അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് ഞാൻ വീണ ഇൻസ്ട്രുമെൻ്റ് തിരഞ്ഞെടുക്കാൻ കാരണം. ആദ്യം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ അമ്മയുടെയും സഹോദരൻ്റെയും നിർബന്ധപൂർവ്വമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നതെങ്കിലും ഇതിൽ വന്നതിന് ശേഷം ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. തൃപ്പൂണിത്തുറയിലെ RLV കോളേജിൽ നിന്ന് ഗാനഭൂഷണവും അതിനുശേഷം തിരുവനന്തപുരം സ്വാതിതിരുനാൾ കോളേജിൽ നിന്ന് ഗാനപ്രവീണും സ്വന്തമാക്കിയ ചിത്ര ഇന്ന് എറണാകുളത്തെ നിരവധി സ്കൂളുകളിലും കോളേജുകളിലും വീണാധ്യാപികയാണ്. 3 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ശിഷ്യഗണങ്ങളും ചിത്രയ്ക്കുണ്ട്. ഞാൻ എറണാകുളത്തെ ധരണി പെർഫോമിംഗ് ആർട്സ് സ്കൂള്, അതേപോലെ കലാനികേതൻ, ആവിഷ്കാർ, ഭാരതി വിദ്യാഭവൻ എന്നിവിടങ്ങളിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. 1ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന കുട്ടികൾ മുതൽ 75 വയസ്സുള്ളവർ വരെ എൻ്റെ അടുത്ത് ഇപ്പോഴും സംഗീതം അഭ്യസിക്കുന്നുണ്ട്.
വർണ്ണം, കീർത്തനം, രാഗം എന്നിങ്ങനെ നിരവധി പാഠങ്ങൾ വീണയിൽ പഠിച്ചെടുക്കാനുണ്ട്. നിത്യവുമുള്ള പരിശീലനവും ആത്മാർത്ഥതയും കൊണ്ട് മാത്രമേ വീണവായനയിൽ ശോഭിക്കാൻ മാർഗമുള്ളൂവെന്നാണ് ചിത്രയുടെ അനുഭവ സാക്ഷ്യം. നല്ല കഠിനാധ്വാനവും പ്രാക്ടീസ് ചെയ്യാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫീൽഡിൽ നിന്ന് പോകാൻ പറ്റുകയുള്ളൂ. ഞാനത് ചെയ്തുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്നിങ്ങനെ പറയാനുള്ള ഭാഗ്യമെല്ലാം കിട്ടുന്നത്. എനിക്ക് പറയാനുള്ളത്, എല്ലാവരും പഠിക്കുന്ന കുട്ടികളെല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിരവധി വേദികളിൽ കച്ചേരി അവതരിപ്പിക്കുമ്പോഴും നിരവധി ശിഷ്യർക്ക് പുതിയ പാഠങ്ങൾ പകർന്നു കൊടുക്കുമ്പോഴും ഇവയിൽ നിന്നെല്ലാം പുതുതായി എന്തെങ്കിലും പഠിക്കാൻ കൂടി ചിത്ര സമയം കണ്ടെത്തുന്നു. വിവാഹശേഷവും തന്നിലെ കലാകാരിയെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബമാണ് ചിത്രയ്ക്ക് ലഭിച്ചത്. ഭർത്താവ് സുബ്രഹ്മണ്യം സെയിൽസ് ടാക്സ് ഉദ്യോഗസ്ഥനാണെങ്കിലും ചിത്രയുടെ കലാവാസനയ്ക്ക് എല്ലാവിധ ആശീർവാദവും ഭർത്താവിൽ നിന്നുണ്ട്. 2 പെൺമക്കളും അമ്മയെപ്പോലെ തന്നെ വീണയിലും സംഗീതത്തിലും പ്രാവീണ്യം നേടിയവരാണ്. എൻ്റെ ഭർത്താവ് സുബ്രഹ്മണ്യം, അദ്ദേഹം സെയിൽസ് ടാക്സിലെ ഓഫീസറാണ്. എനിക്ക് 2 പെൺമക്കളാണുള്ളത്. അവർ രാജി, രേഖ. രാജി എൻ്റെ കൂടെ കച്ചേരികളിൽ വീണ വായിക്കാൻ വരാറുണ്ട്. രേഖ ഗിറ്റാർ വായിക്കും. പക്ഷേ അവരൊന്നും ഇത് പ്രൊഫഷണലായിട്ട് എടുത്തിട്ടില്ലെങ്കിലും രാജി CAയും മറ്റേവൾ MSc എക്കണോമിക്സ് ഇൻ്റഗ്രേറ്റഡ് കോഴ്സിലുമാണ് പഠിക്കുന്നത്, പോണ്ടിച്ചേരിയിലുമാണ് പഠിക്കുന്നത്. 7 വർഷമാണ് വീണാ പഠനത്തിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ സമയം. 7 വർഷത്തിന് ശേഷം മാത്രമേ പൂർണ്ണമായി പഠിച്ച് അരങ്ങേറ്റം നടത്താൻ കഴിയുകയുള്ളൂ. ഇത്തരത്തിൽ ഓരോ വിദ്യാർത്ഥിയെയും പ്രായഭേദമന്യേ ഓരോ അരങ്ങേറ്റ വേദിയിലേക്കും സജ്ജമാക്കുന്നതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന് ചിത്രാ സുബ്രഹ്മണ്യം എന്ന വീണാധ്യാപിക പറയുന്നു. വീട്ടമ്മമാരും കുട്ടികളും എല്ലാവരും ഏതെങ്കിലും ഇൻസ്ട്രുമെൻ്റ് അറിഞ്ഞിരിക്കുന്നത് വളരെയധികം നല്ലതാണ്. നമ്മുടെ നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ മനസ്സിന് കിട്ടും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഷാലോ എന്ന് പറയുവാണെങ്കിൽ ഒരു ഡയമണ്ടിൻ്റെ ആ താഴെയുള്ള ഭാഗം എന്താ പറയുന്നത്, കുറച്ച് തടിച്ചിട്ടിരിക്കും. അപ്പം ലൈറ്റ് പാസ് ചെയ്തു ഡയമണ്ടിൻ്റെ ലെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വീണു തിരിച്ചു പ്രകാശിക്കും. ഡയമണ്ട്സ് ആർ ഫോർ എവർ. നമ്മൾ സ്ത്രീകൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ജെമ്മാണ് ഡയമണ്ട്. എന്നാൽ ഡയമണ്ട് ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ജെമോളജിസ്റ്റായ ദീപയെ നമുക്ക് പരിചയപ്പെടാം. സ്ത്രീകൾക്ക് പണ്ട് മുതലേ ആഭരണങ്ങൾ കാണുന്നതിനും അതുപോലെ ആഭരണങ്ങൾ വാങ്ങുന്നതിനും ഒരു പ്രത്യേക താല്പര്യം കൂടുതലാണ്, പ്രത്യേകിച്ച് ഡയമണ്ട് ആഭരണങ്ങളോട്. എന്നാൽ ഈ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുവാൻ പോകുമ്പോൾ കുറേയധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മോട് സംസാരിക്കുന്നത് ചോട്ടാനിക്കര ഗ്രാൻഡിസ ജുവൽസ് ആൻഡ് പ്രഷ്യസ് സ്റ്റോൺസിൻ്റെ MD
അതേപോലെ പ്രശസ്ത ജെമോളജിസ്റ്റായ ദീപ മഞ്ജുഷാണ്. നമുക്ക് ചേച്ചിയെ പരിചയപ്പെടാം. ഹായ് ചേച്ചി. ശരിക്കും എന്താണ് ഈ പ്രഷ്യസ് സ്റ്റോൺസ് അഥവാ രത്നങ്ങൾ? അതായത് ഇപ്പം രത്നങ്ങൾ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അതായത് ഓർഗാനിക് ജെംസും ഇൻഓർഗാനിക് ജെംസും. ഓർഗാനിക് ജെംസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ജീവനുള്ള വസ്തുക്കൾ, ഇപ്പം ചിലപ്പം ചെടിയുടെ കറ, പിന്നെ അതുപോലെ തന്നെ കടലിൻ്റെ അകത്തുള്ള മുത്തുച്ചിപ്പി, പേൾ, അങ്ങനെ ജീവനുള്ള വസ്തുക്കളിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ഒരു ജെംസിനെയാണ് ഓർഗാനിക് ജെംസ്. അപ്പം പേളും കോറലും ആംബറും ഒക്കെ അതിനുള്ള എക്സാമ്പിൾസാണ്. അപ്പം പിന്നെ ഇനോർഗാനിക് ജെംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിക്കടിയിൽ നിന്ന് നമ്മൾ ഖനനം ചെയ്ത് എടുക്കുന്നതിനാണ് ഇനോർഗാനിക് ജെംസ് എന്ന് പറയുന്നത്. പലർക്കും ജ്വല്ലറി പോയി ഒറിജിനൽ ഡയമണ്ട് ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം എങ്ങനെയാണ് ശരിക്കും ഒറിജിനൽ ഡയമണ്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്? അപ്പം ഒരു കല്ലിനെ രത്നം എന്ന് വിളിക്കുന്നതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ബ്യൂട്ടി, റാരിറ്റി, ഡ്യൂറബിലിറ്റി. ഇപ്പം ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഭംഗി. ഇപ്പം നമ്മൾ ഡയമണ്ടിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. ഡയമണ്ടിൻ്റെ ഭംഗി എന്ന് പറയുമ്പോഴത്തേക്കും അതിന് 4 കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഡയമണ്ടിന് എപ്പോഴും ആളുകൾ ഒരു ആധികാരികമായിട്ടുള്ളൊരു ഇത്, അതായത് 4 C's എന്ന് പറയും. അതായത് കട്ട്, കളർ, ക്ലാരിറ്റി ആൻഡ് ക്യാരറ്റ്. 4 C's. അതും ആരും മറക്കാൻ പാടില്ലാത്തൊരു 4 C's ആണ്. ചുമ്മാ ഒരു വെള്ളക്കല്ല്, എല്ലാ വെള്ളക്കല്ലും ഡയമണ്ട് ആവണമെന്നില്ല. ആ ഡയമണ്ടിന് പെർഫെക്റ്റ് ക്ലാരിറ്റി ഉണ്ടാവണം, ബെസ്റ്റ് കളർ ഉണ്ടായിരിക്കണം, നല്ല കട്ട് ഉണ്ടായിരിക്കണം. ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ഡയമണ്ടിൻ്റെ വെയിറ്റ് ആണ് ക്യാരറ്റ്. 100 സെൻറ്റ് ഈക്വൽ ടു 1 ക്യാരറ്റ്. ഇപ്പം എല്ലാ ജ്വല്ലറികളിലും തന്നെ ഇപ്പം ഡയമണ്ട് ഇപ്പം വലുതെന്നോ ചെറുതെന്നോ അതിനൊരു വ്യത്യാസമില്ലാതെ ജ്വല്ലറികൾ ഡയമണ്ട് കാർഡ്സ്, അതായത് എന്നാ പറയുന്നത്, IGI പോലുള്ള അതല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ആ ഒരു സർട്ടിഫിക്കറ്റിനകത്ത് അതിനകത്ത് ആ ഒരു ആഭരണത്തിൽ എത്ര ഗോൾഡ് ഉണ്ട്, എത്ര ഡയമണ്ട് ഉണ്ട്, ഡയമണ്ടിന് എന്താണ് ക്ലാരിറ്റി, ഏത് കളറാണ്, അതിൻ്റെ കറക്റ്റ് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഏത് ജ്വല്ലറിയിൽ നിന്നാണ് മേടിച്ചതെന്ന് എഴുതണം എന്നൊരു ജ്വല്ലറിക്കാരൻ ആവശ്യപ്പെടുവാണെങ്കിൽ അതും ഉണ്ടായിരിക്കും. ആ കാർഡാണ് ഹോൾമാർക്കിംഗ്. അതായത് 916 എന്ന് എഴുതിയേക്കുന്ന ഒരു ഹോൾമാർക്കിംഗ് പോലെ തന്നെയാണ് ആ കാർഡാണ് ആ കല്ല് കറക്റ്റാണെന്ന് സാധാരണക്കാർക്കൊരു എഷ്വറൻസ് ആണ്. അത് തന്നെ. അതല്ല, ആ ഡയമണ്ട് ആ സർട്ടിഫിക്കറ്റിനെ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഫോൾസ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് സാധാരണഗതിയിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും കൊടുക്കാറില്ല, അങ്ങനെ ഒരു ഇതിലും കൊടുക്കാറില്ല. അപ്പോൾ ഡയമണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു മിക്സിങ് നടക്കത്തില്ല. കാരണം അത് ഭൂമിക്കടിയിൽ നിന്ന് ഒരു റഫ് കിട്ടി, അത് കട്ട് ചെയ്തു, പോളിഷ് ചെയ്തു, അത് നേരെ ആഭരണങ്ങളിലേക്ക് ആക്കാൻ വേണ്ടി വരുവാണ്. പക്ഷെ അതിന് ക്വാളിറ്റീസ് ഒത്തിരി ഉണ്ട്. ഇപ്പം ഒരു നല്ല കട്ടായിരിക്കണം. കട്ടെന്ന് 3 തരത്തിലുള്ള കട്ടുകളുണ്ട്. ഇപ്പോൾ ഒരു ഡയമണ്ട് കട്ട് ചെയ്ത്, കട്ടിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു കഴിഞ്ഞപ്പം ഷാലോ കട്ടുണ്ട്, ഡീപ്പ് കട്ടുണ്ട്, ഐഡിയൽ കട്ടുണ്ട്. എന്തൊക്കെയാണിത്? ഓക്കെ, ഷാലോ എന്ന് പറയുവാണെങ്കിൽ ഒരു ഡയമണ്ടിൻ്റെ ആ താഴെയുള്ള ഭാഗം എന്താ പറയുന്നത്, കുറച്ച് തടിച്ചിട്ടിരിക്കും. അപ്പം ലൈറ്റ് പാസ് ചെയ്തു, ഡയമണ്ടിൻ്റെ ലെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വീണു തിരിച്ച് പ്രകാശിക്കണം. ഓക്കെ, ഇത് തിരിച്ച് പ്രകാശിക്കാനുള്ള ഒരു സ്പേസ് അത്ര ഉണ്ടാകുകയല്ല. അതായത് ലൈറ്റ് വീണു ഷാലോ ആയിട്ടിരിക്കുന്ന ആ ഭാഗത്ത് ഇപ്പം പ്രകാശം തിരിച്ചു വരുന്നതിൻ്റെ ഇത് കുറവായിരിക്കും, റിഫ്ലക്ഷൻ കുറവായിരിക്കും. അതേസമയം പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്ത ഒരു ഡയമണ്ടിന് കറക്റ്റായിട്ടുള്ളൊരു എന്താ പറയുന്നത് റിഫ്ലക്ഷൻ, ലൈറ്റിൻ്റെ ആ ഒരു പ്രതിഫലനം നന്നായിട്ടുണ്ടാവും. ലസ്റ്റർ നന്നായിട്ട് കിട്ടും. ഫയർ എന്ന് പറയും അതിന്, നല്ല ഫയർ ഉണ്ടായിരിക്കും. ഡീപ്പ് കട്ടിനും താഴേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഉള്ള ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു പ്രതിഫലനം ഉണ്ടാവില്ല. പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യുന്നതിന് പെർഫെക്റ്റായിട്ടുള്ള ആ ഒരു അതാണ്. ചിലപ്പം ഇതിന് അത്രയും തിളക്കമില്ലല്ലോ. അതെ, ഞാൻ ചോദിക്കാൻ വരാറ്. മിക്കവാറും നമ്മൾ ചില സ്റ്റോൺ അല്ലെങ്കിൽ ചില ഡയമണ്ട് ഒക്കെ എടുക്കുമ്പോൾ ഇത് ഡയമണ്ട് ആണോ? അതെ, അതിന് കട്ടിന് വന്ന ഒരു ഇതാണ്. ചിലപ്പം ക്ലാരിറ്റി ബെസ്റ്റ് ആയിരിക്കും, കളർ ബെസ്റ്റ് ആയിരിക്കും, കട്ടിന് വന്ന ഒരു ചെറിയൊരു ഇതായിരിക്കും. അപ്പം അതൊക്കെയാണ് ഓരോ ജ്വല്ലേഴ്സും നോക്കി ശ്രദ്ധിക്കേണ്ടത്. കട്ട് നോക്കണം, കളർ നോക്കണം, ക്ലാരിറ്റി നോക്കണം. കളറിനകത്തും കാര്യമുണ്ട്. ഇപ്പം നല്ല ബെസ്റ്റ് വൈറ്റ്, ഇപ്പം എഫ് തുടങ്ങിയാണ് ഡയമണ്ടിൻ്റെ കളർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എഫ്, പിന്നെ അത് ക്ലാരിറ്റിയിലാണെങ്കിൽ IF, VVS, EFും ഇല്ലാഴികയൊന്നുമില്ല, EFും ഉണ്ട്. EF,
GH അങ്ങനെ Z വരെ ഡയമണ്ടിൻ്റെ കളറിൻ്റെ ഗ്രേഡിങ് പോകുന്നുണ്ട്. ക്ലാരിറ്റി വൈസ് VVS ആയിരിക്കും, പിന്നെ കളർ വൈസ് ബെസ്റ്റ് കളറായിരിക്കും. പക്ഷേ കട്ടിൽ മോശം വന്നു കഴിഞ്ഞാൽ ഡയമണ്ടിൻ്റെ ലെസ്റ്ററിനെ അത് ബാധിക്കും. ബെസ്റ്റ് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കിപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ തിളക്കം കണ്ടോ? അപ്പം ഇതെല്ലാം ഐഡിയൽ കട്ട് തന്നെ വെച്ചുണ്ടാക്കിയതാണ്. പിന്നെ റീസെയിൽ വാല്യൂ ഇപ്പം ഡയമണ്ട് മേടിച്ചിട്ട് റീസെയിൽ വാല്യൂ ഇപ്പം സ്റ്റോണിന് എപ്പോഴും വാല്യൂ ഉണ്ട്. ഡയമണ്ട് എന്ന് പറഞ്ഞൊരു വാല്യൂ ഉള്ളൊരു കാര്യം തന്നെയാണ്, ഗോൾഡ് പോലെ തന്നെ. പിന്നെ റീസെയിൽ വാല്യൂ ഉണ്ട്. ചേച്ചി, ഇതുപോലെ എനിക്ക് എനിക്കും എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇപ്പം ഡയമണ്ട് വാങ്ങിക്കുമ്പം ദോഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ചില ജന്മനക്ഷത്രക്കാർക്ക് ഡയമണ്ട് ഇടാൻ പാടില്ല. സത്യത്തിൽ ഇപ്പം നമ്മളിതിപ്പം പഠിക്കാൻ പോകുമ്പം, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോകുമ്പം ഏറ്റവും ആദ്യം എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ആളുകൾക്കൊരു ധാരണയുണ്ട് അതിനകത്ത് കറുപ്പ് വന്നു കഴിഞ്ഞാൽ ദോഷമാണോ എന്നുള്ളത്. നാച്ചുറലായിട്ടുള്ള എല്ലാ സ്റ്റോണിനും അങ്ങനെ ഒരു ചെറിയൊരു ഡോട്ട്സും കാര്യങ്ങളൊക്കെ വരും. അത്രയും വാശി പിടിക്കുകയാണ് എനിക്ക് ബ്ലാക്ക് ഡോട്ടേ പാടില്ല എന്നുള്ളത് സിന്തറ്റിക്കായിട്ട് ചിലപ്പം പോകേണ്ടി വരും. അല്ല, ചെറിയ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ദോഷമില്ല. അത് ശരിക്കും സത്യത്തിൽ നാച്ചുറലായിട്ടുള്ളൊരു വസ്തുവിൽ കാണുന്ന നാച്ചുറലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പോൾ പുറത്തുള്ളവർക്ക് ഇൻക്ലൂഷൻ ഉള്ളത് തന്നെ വേണം എന്ന് പറഞ്ഞ് വരാറുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് നാച്ചുറൽ സ്റ്റോൺസിന് ഇൻക്ലൂഷൻ വരും, അത് തന്നെ വേണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് നമുക്ക് ആളുകൾ വരണം. അതൊന്ന് ചെയ്ത് കൊടുക്കാവോ, അല്ലെങ്കിൽ അതൊന്ന് കളക്ട് ചെയ്ത് തരാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ആളുകൾ വരാറുണ്ട്. പിന്നെ ഇതിൻ്റെ റീസെയിൽ വാല്യൂവിനെ കുറിച്ചും ഒരുപാട് ഡൗട്ട്സും ഒരുപാട് തെറ്റായ ധാരണകളും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റീസെയിൽ ഇപ്പം എല്ലാം ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളാണ്. ഇപ്പം അതായത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആഭരണങ്ങളാണ്. അപ്പം ഒരു ലൈറ്റ് വെയ്റ്റ് ഇപ്പം എല്ലാ മനുഷ്യർക്കും ഒരു ചെറിയ മുക്കുത്തിയൊന്നും വേണം എന്ന് ആഗ്രഹിക്കാത്തവരാരും ഇല്ല. അപ്പം അതുപോലുള്ള എല്ലാം കുഞ്ഞു വരുമ്പോഴത്തേക്കും റീസെയിൽ വാല്യൂവിൻ്റെ ഒരു കൺസെപ്റ്റ് കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ റീസെയിൽ വാല്യൂ ഇപ്പം ഡയമണ്ട് മേടിച്ചിട്ട് റീസെയിൽ വാല്യൂ ഇപ്പം സ്റ്റോണിന് എപ്പോഴും വാല്യൂ ഉണ്ട്. ഡയമണ്ട് എന്ന് പറഞ്ഞൊരു വാല്യൂ ഉള്ള ഒരു കാര്യം തന്നെയാണ്, ഗോൾഡ് പോലെ തന്നെ. പിന്നെ റീസെയിൽ വാല്യൂ ഉണ്ട്. അതിപ്പോൾ മേടിക്കുന്ന കസ്റ്റമേഴ്സ് ഇപ്പോൾ ആരാണെങ്കിലും ആ ഒരു പേടി വേണ്ട. ഡയമണ്ടിനും വിലയുണ്ട്. ഇപ്പം 2 വർഷം മുമ്പത്തെ റേറ്റ് അല്ല ഇപ്പോൾ ഡയമണ്ടിന്. തീർച്ചയായിട്ടും അതിന് വരും കാലങ്ങളിൽ ഉയർന്ന മൂല്യം തന്നെ നമുക്ക് ഡയമണ്ടിനെ പ്രതീക്ഷിക്കാം. അതിന് യാതൊരു ആശങ്കയും വേണ്ട, ഒരു പ്രശ്നവും വേണ്ട. നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയമണ്ട് പർച്ചേസ് ചെയ്യുമ്പം അതിൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിച്ച് മേടിക്കണം. അത് ലാബ്സിൻ്റെ ആണെങ്കിൽ ഓത്തറൈസ്ഡ് ആയിട്ടുള്ള നല്ല ലാബ്സിൻ്റെ ആണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പം ചില ആളുകൾ പ്രൈവറ്റായിട്ട് തന്നെ ഇഷ്യൂ ചെയ്യും. ആ ജ്വല്ലറി പേര് മാത്രം ഇല്ല, ലാബിൻ്റെയും കൂടെ ചോദിച്ച് മേടിക്കുന്നത് ഒരു സേഫ്റ്റി സൈഡ് എപ്പോഴും നല്ലതായിരിക്കും. ഡയമണ്ടും അതുപോലെ പ്രഷ്യസ് സ്റ്റോൺസും ഒക്കെ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നിരവധി കാര്യങ്ങൾ, അതുപോലെ ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് നമ്മൾ ഇടുമ്പോൾ അത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകേണ്ടതെന്നും ഒക്കെ നിരവധി കാര്യങ്ങൾ നമുക്ക് ചേച്ചി പറഞ്ഞു തന്നു. ചേച്ചി, താങ്ക് യു സോ മച്ച്. ചന്ദ്രലേഖയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച എല്ലാ സെഗ്മെൻറ്റ്സും ഞങ്ങൾ ഉൾപ്പെടുത്തിയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കണം. വീണ്ടും പുതിയൊരു അധ്യായത്തിൽ കാണാം.